നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് മറ്റൊരു അനുഭവ കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. ഈ അനുഭവ കഥ ഷെയർ ചെയ്തത് ഹേമന്ത് പാരീഖ് എന്ന ഒരു റേഡിയോ ജോക്കിയാണ്. അദ്ദേഹം തൻ്റെ സുഹൃത്തായ ശൈലേന്ദ്ര മേത്ത എന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞ കഥ 2009 ജനുവരി 1 ന്യൂ ഇയറിന് അദ്ദേഹത്തോട് ഷെയർ ചെയ്ത ഒരു കഥയാണ് ഞാൻ ഇവിടെ, ഒരു അനുഭവ കഥയാണ് ഇവിടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഈ കഥ ഞാൻ ഒരുപാട് പ്രാവശ്യം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്തുപറ്റിയെന്നാൽ വളരെ ഇമോഷണലായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് എനിക്കത് അത്ര ഈസി ആയിട്ട് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഹേമന്ത് പാരീഖർ പറഞ്ഞത് 2009 ജനുവരി 1 ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡോക്ടർ ശൈലേന്ദ്ര മേത്ത അദ്ദേഹത്തോട് ഇങ്ങനെയൊരു കഥ പറയുകയാണ്. ആ സമയത്ത് ഡോക്ടർ ശൈലേന്ദ്ര മേത്തയ്ക്ക് 69 വയസ്സുണ്ട്. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ പ്രസിദ്ധനായ ഒരു കാർഡിയാക് സർജനാണ്. അദ്ദേഹത്തെ കാണണമെങ്കിൽ ആളുകൾക്ക് 30-31 ദിവസം മുമ്പ് തന്നെ ബുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നു. വളരെ തിരക്കുള്ള ഒരു സർജൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അസിസ്റ്റൻസുകളുണ്ടായിരുന്നു. അവരെല്ലാം കേസുകളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് റിപ്പോർട്ട് ഇദ്ദേഹത്തിന് സമർപ്പിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ശൈലേന്ദ്ര മേത്ത റെഫർ ചെയ്തതിന് ശേഷം അതിനൊരു സർജറി ആവശ്യമുണ്ടോ, അത് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു അച്ഛനും അമ്മയും കുട്ടിയും ഇദ്ദേഹത്തെ കാണാൻ വരികയാണ്. ആ കുട്ടിക്ക് ഉദ്ദേശം 6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അവർ കൊടുത്ത ഫയലെടുത്ത് അദ്ദേഹം മറച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു യാഥാർത്ഥ്യം മനസ്സിലാകുകയാണ്. ആ കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ആ കുട്ടിയുടെ ഹാർട്ടിലേക്കുള്ള ആർട്ടറീസ് എല്ലാം ബ്ലോക്ക്ഡാണ്. അദ്ദേഹം അത്ര ഇമോഷനുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം ആ അച്ഛനോടും അമ്മയോടും പറയുകയാണ്, കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 3 മാസം കൂടിയേ കുട്ടി ജീവിച്ചിരിക്കൂ. അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് ആ കുട്ടിക്ക് സർജറി ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ പോലും വെറും 30% മാത്രമേ സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് ഉള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ആ അച്ഛനും അമ്മയും പൊട്ടിക്കരയുകയാണ്. മറ്റ് നിവൃത്തിയില്ലാതെ അവർ ഡോക്ടറോട് പറയുകയാണ്, നമുക്ക് എന്തായാലും ആ 30% ചാൻസ് ഇല്ലേ, ആ ചാൻസ് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ സർജറിക്ക് ഒരു 5-6 ദിവസം മുമ്പ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. കുട്ടിയുടെ കൂടെ നിൽക്കുന്ന അമ്മയാണ്. ആ അമ്മ എന്നും കുട്ടിയെയും കൂട്ടി വൈകുന്നേരം കുളിപ്പിച്ച് കുറിയൊക്കെ തൊട്ട് പൂജയൊക്കെ ചെയ്തിട്ട് ആ കുട്ടിയോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ആ സർജറി ദിവസം വന്നെടുത്തു. അങ്ങനെ ഡോക്ടർ ശൈലേന്ദ്ര മേത്ത തൻ്റെ യൂണിഫോമെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത യൂണിഫോമും ഗ്ലൗസും എല്ലാം ധരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുകയാണ്. അവിടെ ഈ കൊച്ചുകുട്ടി, 6 വയസ്സ് മാത്രമുള്ള കുട്ടി ബെഡിൽ കിടക്കുന്ന കണ്ടിട്ട് അദ്ദേഹം ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് തോളെ തട്ടിയിട്ട് പറയുകയാണ്, പേടിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആ കുട്ടി ഡോക്ടറോട് പറയുകയാണ്, അതിന് എനിക്ക് പേടിയൊന്നുമില്ല ഡോക്ടറെ എന്ന് പറയുകയാണ്. ഡോക്ടർ ഒരു നിമിഷം ഷോക്കാകുകയാണ്. എന്നിട്ട് അദ്ദേഹം നടന്നു പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ആ കുട്ടി പറയുകയാണ്, പക്ഷേ ഡോക്ടർ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറയുകയാണ്. മകളെ ചോദിക്കൂ, എന്താണ് നിനക്ക് അറിയാനുള്ളതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, അങ്ങ് എൻ്റെ ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി അല്ലേ ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ ഹൃദയം മുഴുവൻ തുറന്നു നോക്കുമോ എന്ന് ചോദിക്കുകയാണ് ഈ കുട്ടി. അപ്പോൾ മകൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ വേദനിക്കാതിരിക്കാനുള്ള മരുന്നൊക്കെ തന്നിട്ടേ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണ്. അതല്ല ഡോക്ടർ, എനിക്ക് പേടിയില്ല, എനിക്കറിയേണ്ടത് മറ്റൊന്നാണ്. അങ്ങ് ഹൃദയം മുഴുവൻ തുറന്നു നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞു ഹൃദയത്തിനുള്ളിലാണ് ദൈവം ഇരിക്കുന്നത് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങ് ഈശ്വരനെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു തരണം എന്ന് ഈ ഡോക്ടറോട് പറയാണ്. ഒരു നിമിഷം ഡോക്ടർ സ്തബ്ധനായി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഓർക്കുന്നത്, ഈ കുട്ടിയെ എനിക്ക് ഒരുപക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞ് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. കാരണം വെറും 30% ചാൻസ് മാത്രമാണ്
ഈ ഓപ്പറേഷനിലുള്ളത് എന്ന് അദ്ദേഹം മനസ്സിലോർക്കുക. അങ്ങനെ പോയിട്ട് ഇവരെ കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെസ്റ്റെല്ലാം ഓപ്പൺ ചെയ്തു, ഹൃദയത്തിലേക്കുള്ള ഓപ്പറേഷനൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ ലങ്സ്, ഹാർട്ട്, മെഷീൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവർ ആ കാര്യം മനസ്സിലാക്കുന്നത്, ഹൃദയത്തിലേക്കുള്ള രക്തം നിലച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്ന് ഉള്ള കാര്യം, ഈ ശസ്ത്രക്രിയ ഇവിടെ ഫെയിലിയറായി എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹം തൻ്റെ അസിസ്റ്റൻസിനോടൊക്കെ പറയുകയാണ്, നമുക്ക് തുന്നിക്കെട്ടാം എന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ നിറയെ രക്തമായിട്ടുണ്ട്, ഡ്രസ്സിലൊക്കെ രക്തമായിട്ടുണ്ട്. അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞ കാര്യം ഇദ്ദേഹം ആലോചിക്കുന്നുണ്ട്. ഈ കുട്ടിയും അമ്മയും ഈശ്വരനെ വിശ്വസിച്ച ആണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഈ ഓപ്പറേഷന്. ഡോക്ടറായി എനിക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഈശ്വര എന്ന് ഇദ്ദേഹം പറയുകയാണ്. ഇയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഒഴുകുകയാണ്. അദ്ദേഹം ഒരു നിമിഷം അദ്ദേഹത്തിന് കണ്ണ് കാണാതാകുകയാണ്. അപ്പോഴേക്കും അദ്ദേഹം അടുത്ത് നിന്ന് നേഴ്സിനോട് പറയുകയാണ്, എനിക്ക് എൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ നേഴ്സ് വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണട മാറ്റിയിട്ട് കണ്ണുനീര് ഒപ്പുകയാണ്. അന്നേരത്തേക്കും അടുത്ത് നിന്ന് ഡോക്ടർ ഇങ്ങനെ കൈകൊണ്ട് അദ്ദേഹത്തെ തട്ടിയിട്ട് അസിസ്റ്റൻറ്റ് ഡോക്ടർ പറയുകയാണ്, ഡോക്ടർ നോക്കൂ ഹൃദയത്തിലേക്ക് ബ്ലഡ് വരുന്നുണ്ടെന്ന് പറയുകയാണ്. മിറാക്കിൾസിൽ ഒന്നിലും വിശ്വസിക്കാത്ത ആ ഡോക്ടർ അന്ന് ആദ്യമായിട്ട് ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ നോക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ബ്ലഡ് വരുന്നുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ വേഗം ആ മെഷീനെല്ലാം ഘടിപ്പിക്കൂ, നമുക്ക് ഉടനെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് ആ ശസ്ത്രക്രിയ 4.5 മണിക്കൂർ നീണ്ടു വന്നു. ആ ഹൃദയത്തിലുള്ള എല്ലാ ബ്ലോക്കുകളും അദ്ദേഹം റിമൂവ് ചെയ്തു. ആ ശസ്ത്രക്രിയ വളരെ സക്സസ്ഫുള്ളായി നടക്കുകയുണ്ടായി. അങ്ങനെ ഈ കഥ അദ്ദേഹം ഹേമന്തിനോട് പറയുമ്പോൾ അദ്ദേഹം വീണ്ടും പൊട്ടിക്കരയുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഡോക്ടർ ശൈലേഷ് മേത്തയ്ക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത്. എങ്ങനെ അത് സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ആ കുട്ടി ഇനി 60 വയസ്സ് വരെ എന്തായാലും ജീവിക്കും, എല്ലാ ബ്ലോക്കുകളും ഞാൻ റിമൂവ് ചെയ്തു എന്ന് ഹേമന്തിനോട് പറയുകയാണ്. അത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടി അദ്ദേഹം ഹേമന്തിനോട് പറയുകയാണ്. എന്തെന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഞാൻ ഓപ്പറേഷന് മുമ്പ് പ്രാർത്ഥിക്കും, ഞാൻ വെറും ഒരു ഡോക്ടറാണ്, നിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ആ ടേബിളിൽ കിടക്കുന്ന രോഗിയെ എനിക്ക് രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടർ പറയുകയാണ്, ഇപ്പോഴും എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കുട്ടിയെ കാണാൻ പോകുമ്പോൾ ആ കുട്ടി എന്നോട് ഈശ്വരൻ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണെന്ന് ആ കുട്ടിയോട് പറയുമെന്ന് എനിക്കിപ്പോഴും ഒരു ബോധ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഹേമന്ത് അദ്ദേഹത്തോട് പറയാം, ഡോക്ടർ അതിനെപ്പറ്റി വിഷമിക്കേണ്ട. ആ കുട്ടി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന് നമ്മൾ എക്സ്പീരിയൻസ് ആണ് ചെയ്യേണ്ടത് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് ഹേമന്ത് പറയുകയാണ്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മയും ആ കുട്ടിയും പറഞ്ഞതുപോലെ ഈശ്വരൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലാണുള്ളത്. അത് മനസ്സിലാക്കി ഈശ്വരനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അനുഭവകഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.